എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഖാദിയുടെ ഈ ഒരു നീം തുളസി ഫേസ് വാഷ് ആണ്. എനിക്ക് ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ് വാഷ് എനിക്ക് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏത് ഫേസ് വാഷ് ആണോ വർക്ക് ആവുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ മേക്കപ്പ് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു മേക്കപ്പ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യണം. അതിനുശേഷം നമുക്കൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം ക്ലീൻ ചെയ്യാവുന്നതാണ്. കുറച്ച് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടും. നമ്മൾ കുറച്ചെടുത്താൽ മതി. ജെൽ ടൈപ്പാണ്. നല്ല രീതിയിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ പെട്ടെന്ന് വാഷ് ചെയ്യാൻ പാടില്ല. ഒരു 30 സെക്കൻഡെങ്കിലും നിന്ന് മസാജ് ചെയ്തിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസ് നല്ലോണം ക്ലീൻ ആവാത്ത പോലെ ഉണ്ടാവും. ഒത്തിരി ഡേർട്ട് ഉണ്ടെങ്കിൽ 2 തവണ നമുക്ക് ക്ലെൻസ് ചെയ്യാവുന്നതാണ്. വരെ നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് വാഷ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാനിത് തുടയ്ക്കാത്തത്. നനമുള്ള സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് സ്ക്രബ് നല്ല രീതിയിൽ വർക്ക് ആവുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. സോ ഞാൻ ഈ നനവോട് തന്നെ പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്യട്ടെ. കുറച്ച് അരിപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ച് അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പാല് യൂസ് ചെയ്യാം. അരിപ്പൊടിൻ്റെ ഒപ്പം തേനും നല്ലൊരു അടിപൊളി സ്ക്രബായിട്ട് വർക്ക് ആവും. സോ ഞാനിപ്പോൾ എടുക്കുന്നത് അലോവേര ജെല്ലും അരിപ്പൊടിയുമാണ്. ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. കുറച്ച് ഡ്രൈയിങ് ആണ്. സോ ഞാൻ കുറച്ച് റോസ് വാട്ടറും കൂടെ ഇതിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ 1 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 2 ദിവസം ചെയ്താൽ മതി. പക്ഷെ ഉറപ്പായിട്ട് നമ്മൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ചെയ്തിരിക്കണം. കാര്യം നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യുമ്പോഴാണ് ഡെഡ് സെൽസ് ഫുള്ളായിട്ട് പോവുള്ളൂ. ഡെഡ് സെൽസ് ആക്ച്വലി നമ്മുടെ സ്കിന്നിന് ആവശ്യമില്ലാത്തതാണ്. അത് പോകുമ്പോൾ നല്ല ഒരു സ്മൂത്ത് ടെക്സ്ചർ നമ്മുടെ സ്കിന്നിന് ലഭിക്കും. അതുപോലെ തന്നെ ഡൾനെസ്സും ഡാർക്ക്നെസ്സും മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡെഡ് സെൽസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അത് ഡെഡായിട്ടുള്ള സെല്ലാണ്. അതുകൊണ്ട് നമുക്ക് യാതൊരു വിധ ഉപകാരവും ഇല്ല. സോ നമ്മൾ ആഴ്ചയിൽ 2 തവണയെങ്കിലും സ്ക്രബ് ചെയ്ത് അതൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനൊരു യൂത്ത്ഫുൾ ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സർക്കുലർ മോഷനിൽ ഇങ്ങനെ റൗണ്ടായിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. നമുക്ക് തന്നെ മനസ്സിലാവും എത്രയാണ് ചെയ്യേണ്ടതെന്ന്. പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കണേ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഞാൻ അത് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല രീതിയിൽ ഫേസ് ക്ലീൻ ആയിട്ടുണ്ട് ഉണ്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പായ മസാജ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി നനഞ്ഞാണ് ഇരിക്കുന്നത്. ഇപ്പം തന്നെ നമുക്ക് മസാജ് ചെയ്യാം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്രീമാണ്. ഇത് നമ്മൾ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്ന ഒരു ക്രീമാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിലുണ്ട്, ഒന്ന് കണ്ടു നോക്കൂട്ടോ. നനഞ്ഞിരിക്കുന്ന സ്കിന്നിലാവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്യാൻ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് നല്ല മസാജ് കൊടുക്കുക. 2 കൈ വെച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ മസാജ്. നല്ല സ്ലിപ്പറി ആണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് മസാജ് ചെയ്തെടുക്കാൻ പറ്റും. സോ നല്ല രീതിയിൽ ഇങ്ങനെ ഫേസിൽ മോളിലോട്ടാക്കി മസാജ് കൊടുക്കുക. ഫുൾ ഫേസ് മസാജിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. എങ്ങനെയാണ് സേഫായിട്ട് നമുക്ക് ഫേസ് നല്ല ഒരു മസാജ് കൊടുക്കാൻ പറ്റുന്നത്, റിങ്കിൾസ് മാറാനും യൂത്ത്ഫുൾ ഗ്ലോ തരാനും പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു തിളക്കം നമ്മുടെ സ്കിന്നിന് വേണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാനിത് മസാജ് ചെയ്തിട്ട് ഈ ഒരു ക്രീം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ 3 സ്റ്റെപ്പ് സക്സസ്ഫുള്ളി നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്നാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കുറച്ച് സമയം എടുക്കുന്ന പോലെ തോന്നും, പക്ഷേ ഞാൻ പെട്ടെന്നാണ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത സ്റ്റെപ്പായിട്ട് ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
റോസ് വാട്ടറാണ് ഞാൻ ടോണറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടോണർ വേണമെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാട്ടോ. അബ്സോർബ് ആവട്ടെ. അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ചാണ് എടുക്കാറ് പൊതുവേ. ഇത് കുറച്ച് തിക്കായിട്ടുള്ള മോയ്സ്ചറൈസറാണ്, അതുകൊണ്ട് ഞാൻ വളരെ ലൈറ്റായിട്ട് കുറച്ച് മാത്രം എടുത്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. രാവിലെ ആണെങ്കിൽ നമ്മൾ മസാജും സ്ക്രബും ഒന്നും ചെയ്യണമെന്നില്ല. ദെൻ നമുക്ക് ഇതിനോടൊപ്പം സിറം എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ രാവിലത്തെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കഴിഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ കേട്ടോ. അപ്പം ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്യാം. അതായിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ കോർണേഴ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അവിടെ മിസ് ചെയ്യരുത്. അവിടെ മിസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ മാത്രം ഓവർ എ പീരീഡ് ഓഫ് ടൈം ഡാർക്ക് സ്കിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ കോർണേഴ്സിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ പുതിയ ഏതെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിലോ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ കമൻസും വായിക്കുന്നതാണ്. നമുക്ക് കയ്യിലും കാലിലും കൂടെ ബോഡി ലോഷൻ ഓർ ഏതെങ്കിലും കൈൻഡ് ഓഫ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.